ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ നാളായി ആഗ്രഹിക്കുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയി ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര കണ്ണൂരിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കയം തട്ടിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തളിപ്പറമ്പ് കരുവഞ്ചാൽ റൂട്ടിലേക്കൂടെയാണ്. ഏകദേശം 35 കിലോമീറ്ററോളം ദൂരം വരും ഇപ്പം തളിപ്പറമ്പിൽ നിന്ന് നമ്മൾ പോകുന്നത്. കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഫുള്ള് ബീച്ചും മറ്റൊരു സൈഡ് ഫുള്ള് മലപ്രദേശവുമാണ്. അപ്പോൾ പാലക്കയം തട്ട് വരുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ബോർഡറിലാണ്. ഇപ്പോൾ പോകുന്ന വഴി മൊത്തം നല്ല സീനറിയാണ് കാണാൻ. ഫുൾ മലകളും കുന്നുകളും ഒക്കെയാണ്. ഇപ്പം തന്നെ കുറച്ച് മഞ്ഞും തണുപ്പൊക്കെ വന്നു തുടങ്ങി. നമ്മൾ പുറപ്പെടാൻ കുറച്ച് ലേറ്റായിരുന്നു. വിചാരിച്ച ടൈം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പം സമയം വൈകുന്നേരം 5:30 ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് പാലക്കയം തട്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇനി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇനി കയറാൻ പറ്റലുണ്ടാവുള്ളൂ. നമുക്ക് ഈ യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ റോഡ് തുടങ്ങിയതിന് ശേഷമാണ്. വെള്ളാട് ജംഗ്ഷൻ കഴിഞ്ഞ് ആശാൻ കവല കഴിഞ്ഞിട്ട് വരുന്ന തുരുമ്പി എന്ന് പറഞ്ഞ സ്ഥലം തൊട്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും നാശമായിട്ടുള്ള ഒരു റോഡ് തുടങ്ങിയത്. ഏകദേശം 1/2 കിലോമീറ്ററോളം ഇതുപോലത്തെ മോശം റോഡായിരുന്നു. ടാറിങ്ങൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാം. മൊത്തം ഇളകി, കല്ലൊക്കെ ഇളകി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. നമ്മളീ പോയത് ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ടാണ് റോഡിലൊന്നും ആരും ഇല്ലാത്തത്. ഇപ്പം വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിലേക്കൂടെ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് വീതി കുറഞ്ഞ റോഡാണ്. അത് മാത്രമല്ല മൊത്തം ഇങ്ങനെ ഇളകി പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഗട്ടർ മാറ്റി ഓടിക്കാമെന്ന് വെച്ചാലോ അതൊന്നും നടക്കുന്നൊരവസ്ഥയായിരിക്കില്ല. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. ഹിൽ ടോപ്പ് റിസോർട്ടിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. പാലക്കയം തട്ടിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 ഫാമിലീസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 വില്ലയാണ് ബുക്ക് ചെയ്തത്. ഒരു വില്ലയിൽ 2 റൂംസ് വരുന്നുണ്ട്. കുറേ യാത്ര ചെയ്തിട്ടെല്ലാം ക്ഷീണിച്ച് വന്നതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഭയങ്കര ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ 2 വില്ലയാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ.
അപ്പോൾ 2 ബെഡ്റൂമും ഒരു സെൻട്രാളും വരുന്നതായിരുന്നു ഒരു വില്ല. സെൻട്രാളായാലും റൂമായാലും നല്ല സ്പേഷ്യസ് ആയിരുന്നു. ബാത്റൂമായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടന്മാരൊക്കെ ഇവിടെ ഗ്രിൽഡ് ചിക്കനൊക്കെ ആക്കുന്ന തിരക്കിലാണ്. ഇന്നത്തെ ഡിന്നർ എന്തായാലും സ്പെഷ്യലായിരിക്കും. ഇവരെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഗ്രിൽഡ് ചിക്കൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ നിന്നാവട്ടെ, നമ്മളിനി എന്തായാലും രാത്രി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ആരും തന്നെ ഫോൺ നോക്കാതെ പരസ്പരം വർത്തമാനം പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആരും ഇനി ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇങ്ങേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നാളെ രാവിലെ ആയിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ നാളെ രാവിലത്തെ വിശേഷങ്ങൾ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് രാവിലെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 7:30 ടൈമാണ് ആയിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട്. കോടയൊന്നും ഇല്ലെങ്കിലും അന്തരീക്ഷത്തിനൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ വന്ന് നിന്ന് ഈ സീനറിയൊക്കെ കണ്ടാസ്വദിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു റിലാക്സേഷനാണ് കിട്ടുന്നത്. ഇതാണ് നമ്മളെ വില്ല വരുന്നത്. മുകളിലും താഴെയായിട്ട് 2 വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ടൈം കളയാതെ വേഗം പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിനി പാലക്കയം തട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മൾ പാലക്കയം തട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 10 മണി ആയി. ഇത് പാലക്കയം തട്ടിലേക്ക് വരുന്നവർക്കുള്ള പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഫീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്തു. ഒരാൾക്ക് 35 രൂപയാണ് വരുന്നത്. സ്ഥലം കാണുന്നതിലൊക്കെ ഉപരി നമ്മൾ 4 ഫാമിലീസും കൂടി ഒരു ഗെറ്റ് ടുഗെദർ, എല്ലാവരും കൂടി ഒരു അടിച്ചുപൊളി ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് ഉറങ്ങാൻ കുറേ ലേറ്റ് ആയിരുന്നു. ഏകദേശം 2 മണി 3 മണിയെല്ലാം ആയി ഉറങ്ങാൻ. അതുകൊണ്ട് സ്വാഭാവികമായും എഴുന്നേൽക്കാനും ലേറ്റായി. അതുകൊണ്ട് ഇപ്പം നല്ല വെയിലായി. രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വെയിലാണ്. വെയിലും ചൂടൊക്കെ വന്നു തുടങ്ങി. എങ്കിലും നല്ല ഇളം കാറ്റുള്ളതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ പാർക്ക് രാവിലെ 6 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെ ഓപ്പൺ ആണെങ്കിലും ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ആണ്. ഞങ്ങൾക്ക് എന്തായാലും അത് രണ്ടും മിസ്സായിപ്പോയി. പക്ഷെ നിങ്ങൾ വരുമ്പോൾ അത് മിസ്സാക്കാതെ അത് എൻജോയ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നടുവിൽ പഞ്ചായത്തിലെ പൈതൽ മലയേക്കാൾ ഉയരം കൂടിയ പ്രദേശമാണിതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരു 3500 അടി ഉയരം ഉണ്ടാവും പാലക്കയം തട്ടിന്. ഇവിടുന്ന് ഏകദേശം 12-13 മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വയനാട്ടിലെയും ഇടുക്കിയിലെയും പോലത്തെ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പാലക്കായ മരം തട്ട് എന്ന പേരിൽ നിന്നാണ് പിന്നീട് പാലക്കയം തട്ട് ആയി മാറുന്നത്. DTPC ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നത്. ഇവിടെ മെയിനായിട്ടും 2 ഫ്രെയിംസാണ് ഉള്ളത്. ഒന്നാമത്തെ ഫ്രെയിം ഇതാണ്. ഇത് കണ്ണൂർ ടൗണിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് കണ്ണൂർ ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഇവിടെ മഞ്ഞുമൂടി തന്നെ കിടക്കും. അതുപോലെ തന്നെ ഏതു കൊടുംവേനലിലും വറ്റാത്ത നീരുറവുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ വിസിറ്റിങ്ങിന് വന്നവരൊക്കെ അവരുടെയൊക്കെ പേര് ഇവിടെ ഒരു ഓർമ്മ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായാലും എൻ്റെ പേരുണ്ട് ഇതിൽ.
ഈ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡുകളും നിരനിരയായി കാണുന്ന മലനിരകളും ഒക്കെ നോക്കി ഇവിടെ ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ മലയുടെ അങ്ങ് ലാസ്റ്റായിട്ട് ഒരു മല കാണുന്നില്ലേ, അതാണ് പൈതൽ മല. പാലക്കയം തട്ട് പൈതൽ മലയേക്കാൾ ഉയരം കൂടിയ പ്രദേശമാണ്. പാലക്കയം തട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം മാറിയിട്ടാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അടുത്തേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ മലമുകളിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈവനിങ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഫ്രെയിം വരുന്നത്. ഇവിടെ നിന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. പാലക്കയം തട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതുപോലെ ഫിഷ് സ്പായും 16 സിനിമ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റാളുകളും റിഫ്രഷ്മെൻറ്റിലുള്ള കടകളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈവനിങ് ആണ് ഓപ്പൺ ആവുന്നത്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് തന്നെയാണ് കുറച്ച് ഗെയിം സോണുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനിയെല്ലാം പുതിയതായിട്ട് ടെൻഡർ വിളിച്ചിട്ട് പുതുതായിട്ട് പ്രവർത്തനം ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ്. അത് കണ്ടില്ലേ, നമ്മളിതാ അവിടെ നിന്നാണ് കയറി വന്നത്. ഇപ്പം നമ്മളുള്ളത് പാലക്കയം തട്ടിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ്. ഇവിടെ ഇനി കുറച്ചൊക്കെ നിരപ്പായ പ്രദേശമാണ്. ഇപ്പം ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെയൊന്നും ആരും ഇല്ലാത്തത്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ആൾത്തിരക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഈ സ്റ്റാളുകളൊക്കെ അപ്പോഴാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമെന്ന് എല്ലാവരും നല്ല പോലെ ക്ഷീണിച്ചു. നമ്മൾ നിന്ന റിസോർട്ടിലൊരു പൂള് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ അതിലിറങ്ങേണ്ട ത്രില്ലിലാണ് കുട്ടികളും ഞങ്ങളും ഒക്കെ. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. പാലക്കയം തട്ടിൽ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന റൈഡുകളൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ.
നിറയെ പുല്ലൊക്കെ കയറി ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടാകും നമുക്കൊന്നും കൂടി വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്